വിനു രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലെത്തി അവൻ ആദ്യം പ്രിൻസിയുടെ റൂമിലേക്കാണ് ചെന്നത്. ആഹാ, താൻ വന്നോ? വൈഫിനിപ്പോൾ എങ്ങനെയുണ്ട്? അവളിപ്പോൾ ഓക്കെയാണ് സർ. പിന്നെ ചെറിയൊരു വിശേഷം കൂടെ ഉണ്ട്. ആള് പ്രഗ്നൻ്റാണ്, ഇരട്ടക്കുട്ടികൾ. ആണോ? അപ്പോൾ ചിലവുണ്ടല്ലോ വിനു. അതൊക്കെ ചെയ്യാം സർ. ഇപ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. ഡോ, ഇവിടെ തൻ്റെ ഭാര്യ വന്നത് മുതൽ ചെറിയ മുറുമുറുപ്പൊക്കെ ഉണ്ട്. ഇന്നലെ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൈശാഖിൻ്റെ ഭാര്യ ഇവിടെ വേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഒന്ന് പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ. അല്ലെങ്കിലും ഞാൻ സാറിനോട് ഇക്കാര്യം കൂടെ പറയാനാണ് വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്ക് ജോലിക്കൊന്നും വരാൻ പറ്റില്ലല്ലോ സർ. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം തന്നെ നടക്കട്ടെ. എന്തായാലും ബാമ ഇവിടെ വന്നപ്പോൾ ചിലരൊക്കെ പേടിച്ചിട്ടുണ്ട്. അതായിരിക്കും സർ രക്ഷിതാക്കളെ ഇളക്കി വിട്ടത്. ആയിരിക്കുമെടോ. ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും സർ. തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടി പിടിക്കപ്പെടുമ്പോൾ അവനെയും കൊന്ന് ഇതിൻ്റെ പിന്നിലുള്ള ഒരാളെയും ഞാൻ വിടില്ല. അകത്തവർ സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് അവരെ വീക്ഷിക്കുന്നവരെ അവർ കണ്ടില്ല. എന്ന് ഞാൻ ഇറങ്ങട്ടെ സർ. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്നും കാണും. ഇന്നിനി ക്ലാസ്സിൽ കയറുന്നില്ല. കുറച്ച് കാര്യം കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. വിനു നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. വാതിൽക്കലെത്തിയപ്പോഴേ അകത്ത് നടക്കുന്ന സംസാരം അവൻ്റെ ചെവിയിലെത്തി. നമ്മൾ പിടിക്കപ്പെടുമോ? ആ വിനു രണ്ടും കൽപ്പിച്ചോണ്ട. പിടിക്കപ്പെട്ട രണ്ടാളും കുടുങ്ങും. പേടിക്കേണ്ട, നമ്മൾ പിടിക്കപ്പെടില്ല. അയാൾ പറഞ്ഞു തിരിഞ്ഞതും വാതിൽക്കൽ നിൽക്കുന്ന വിനുവിനെ കണ്ട് ഞെട്ടി. ഓഹോ, അപ്പോൾ എൻ്റെ സംശയം തെറ്റിയില്ല. നിങ്ങളാണ് ഇതിന് പിന്നിലല്ലേ? ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയല്ലേ? ഒരു നാൾ കള്ളൻ പല നാൾ പിടിയിൽ എന്നാണ് വിനു എന്ന് പറഞ്ഞു നിർത്തി. പറഞ്ഞു തീർന്നതും തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയിൽ വിനു ബോധം കെട്ട് നിലത്തേക്ക് വീണു. അവൻ്റെ രക്തം അവിടെ ആകെ പരന്നൊഴുകി. വാ, ഇനി നമ്മൾ ഇവിടെ നിന്ന് പിടിക്കപ്പെടും. അവർ രണ്ടുപേരും ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പുറത്തേക്കിറങ്ങി. ബാമ നല്ല മയക്കത്തിലായിരുന്നു. അമ്പലനടയിൽ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന അവളുടെ കഴുത്തിലേക്ക് വിനു താലി കെട്ടുന്നതും സീമന്തരേഖ അവൻ്റെ കൈയാൽ ചുമയ്ക്കുന്നതും വലത് കാല് വെച്ച് അവൻ്റെ വീട്ടിലേക്ക് കയറുന്നതും മുതൽ ഓരോ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് മിന്നിമാഞ്ഞു. അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയണീറ്റ് അലറി വിളിച്ചു. അവളുടെ അലർച്ചയിൽ സ്നേഹതീരം വിറച്ചു. അലർച്ച കേട്ടവർ എന്താണെന്ന് അറിയാനായി പരക്കം പാഞ്ഞു. അലീന സിസ്റ്ററും സുധാമയും ബാമയുടെ റൂമിലേക്ക് ഓടി. ബാമ രണ്ട് കൈകൊണ്ടും തലമുടിയിൽ കൊരുത്ത് വലിച്ചലറി. മോളെ ബാമേ. അലീന സിസ്റ്റർ അവളെ ചേർത്ത് പിടിച്ചു. വിട് പോ, എനിക്ക് ആരെയും കാണണ്ട. അവൾ ബഹളം വെച്ചു. മോളെ ബാമേ. സുധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ അവസ്ഥ അവിടെ ഉള്ളവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവളെ എല്ലാവരും ചേർന്ന് ബലമായി പിടിച്ചു വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ചെന്നതും ഡോക്ടർ കൊടുത്ത ഇഞ്ചക്ഷൻ്റെ പവറിൽ അവൾ ഉറക്കത്തിലേക്ക് പോയി. എന്താ പെട്ടെന്ന് ആ കുട്ടിക്ക് പറ്റിയത്? പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ബോഡി കുറച്ച് വീക്കാണ്, ശ്രദ്ധിക്കണമെന്ന്. എന്താ പറ്റിയതെന്ന് അറിയില്ല ഡോക്ടർ. മോള് ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് അലറി വിളിച്ച് ബഹളം വെച്ചത്. ഇപ്പോൾ ആൾ ഉറക്കത്തിലാണ്. ഉണരുമ്പോൾ നോക്കാം. അത്രയും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയി. വിനു ഇപ്പോൾ ICUവിലാണ്. പ്രിൻസിപ്പളും കുറച്ച് ടീച്ചേഴ്സും അവിടെ പുറത്ത് നിൽപ്പുണ്ട്. വിനുവിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് എത്താറായി. ഒരു ഡോക്ടർ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛനും അമ്മയും ഉടനെ എത്തും ഡോക്ടർ. വിനോദിനെന്താ ഡോക്ടർ പറ്റിയത്? നിങ്ങൾ രോഗിയുടെ? ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. സ്റ്റാഫ് റൂമിൽ തറയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വിനുവിനെ ഇവരെ ആദ്യം കണ്ടത്. അയാൾ അവിടെ നിന്ന് ടീച്ചർമാരെ ചൂണ്ടി പറഞ്ഞു. തലയ്ക്ക് പിന്നിൽ ഇരുമ്പ് കമ്പിയോ മറ്റോ കൊണ്ട് ശക്തമായി അടിച്ചിട്ടുണ്ട്. അടികിട്ടിയ ഭാഗത്ത് രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് വിനുവിൻ്റെ അച്ഛനും അമ്മയും അവിടേക്ക് വന്നത്. കേട്ടപാടെ ജയ ബോധം കെട്ട് നിലത്തേക്ക് വീണു. വിനുവിൻ്റെ അമ്മയെ വേറെ റൂമിലേക്ക് മാറ്റി. പെട്ടെന്ന് കേട്ടതിൻ്റെ ഷോക്കിൽ BP കൂടി വീണതാണ്. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ടെൻഷനോടെ എല്ലാവരും കാത്തുനിന്നു. ഓരോ മണിക്കൂറും വളരെ വേഗം കടന്നുപോയി. വിനുവിനെ തിയേറ്ററിൽ കയറ്റി 5 മണിക്കൂറിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ, എൻ്റെ മോൻ. അശോകൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പി കൊണ്ടുള്ള അടി അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്നേ പറ്റൂ.
അശോകൻ തളർന്ന് കസേരയിലേക്കിരുന്നു. പ്രിൻസിപ്പൽ അശോകന്റെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ടു. അശോകന്റെ കൂടെ അയാളിരുന്നു. ഭാമ നല്ല മയക്കത്തിലായിരുന്നു. സുധയും അലീന സിസ്റ്ററും പിന്നെ അവളെ ചികിത്സിച്ച വൈദ്യനും അവൾക്കടുത്തേക്കായി നിന്നു. ഇനി മോൾ ഉണരുമ്പോൾ വയലന്റ് ആകുമോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, പോസിറ്റീവായി ചിന്തിക്കൂ. അവൾക്കൊന്നും വരില്ല, വൈദ്യൻ പറഞ്ഞു. എന്നാലും ഒരു പേടി പോലെ, സുധ ആശങ്കയോട് പറഞ്ഞു. പേടിക്കല്ലേ സുധേ, മോൾക്കൊന്നും വരില്ല, അവൾ ഓക്കെ ആകും. സിസ്റ്റർ സുധയെ ചേർത്ത് പിടിച്ചു. ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഭാമ പതിയെ കണ്ണു തുറന്നു. അമ്മേ. ഭാമയുടെ വിളിയേട്ട് അവർ തിരിഞ്ഞു നോക്കി. മോളെ. സുധ ഭാമയെ വിളിച്ചു. അമ്മേ. ഭാമ സുധയെ കെട്ടിപ്പിടിച്ചു. സുധയും ഭാമയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മേ. അവൾ അലീന സിസ്റ്ററെ കണ്ടപ്പോൾ അവരെയും വിളിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, പിന്നെ ചെറിയൊരു തലവേദനയുണ്ട്. അത് സാരമില്ല കുട്ടി, മാറിക്കോളും. ഇത്? ഭാമ വൈദ്യനെ നോക്കി ചോദിച്ചു. ഇത് വൈദ്യനാ മോളെ, നിന്നെ ചികിത്സിച്ച. അപ്പോൾ ഞാൻ എവിടെയാ അമ്മേ? ഇത് ഹോസ്പിറ്റലിലാണ്, മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി ബാക്കി വിശേഷമൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. ആഹാ, ഭാമ ഓക്കെ ആയല്ലോ, ഡോക്ടർ അങ്ങോട്ട് വന്ന് പറഞ്ഞു. ഭാമ ഡോക്ടറെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പൊ പേടി വല്ലതും തോന്നുന്നുണ്ടോ? അവളില്ലെന്ന് തലയാട്ടി. ഇനി ബഹളമൊന്നും വെക്കില്ലല്ലോ? അവൾ തിരിച്ചു മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ ഭാമയ്ക്ക് കുറച്ച് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം കൂടെയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭാമയെ കൊണ്ടുപോകാം. അത് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ? വൈദ്യൻ അവരോടായി ചോദിച്ചു. ശരി സർ. അലീന സിസ്റ്റർ വൈദ്യനെ യാത്രയാക്കി. സുധ ഭാമയുടെ അടുത്തിരുന്ന് അവളുടെ തലയിൽ അരുമയോടെ തലോടി. അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് ഒരു ലേഡി ഡോക്ടറും ഒരു നഴ്സും കയറി വന്നു. ഞാൻ ഗ്രീഷ്മ, ഇവിടുത്തെ സൈക്കോളജി ഡോക്ടറാണ്, അവർ സ്വയം പരിചയപ്പെടുത്തി. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കിലെടുത്ത് ഡ്യൂട്ടി ഡോക്ടർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം, എനിക്ക് ഈ കുട്ടിയോട് മാത്രമായി സംസാരിക്കണം. അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ഡോക്ടർ ഭാമയുടെ ബെഡിനടുത്ത് കിടന്ന് ചെയറിലിരുന്നു. ഭാമ പെട്ടെന്ന് കട്ടിൽ നിന്നും ചാടി എണീക്കാൻ ശ്രമിച്ചു. ഏയ്, അങ്ങനെ എണീക്കല്ലേ കുട്ടി, ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ഒരാളല്ല, രണ്ടുപേരാണ് ഉള്ളത്. ഭാമ ഒന്നും മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും നോക്കുന്നത്? അല്ല, ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്താ ഡോക്ടർ കുഴപ്പം? ഓ സോറി, തനിക്കൊന്നും അറിയില്ലെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഞാനത് വിട്ടുപോയി. ഭാമ പ്രഗ്നൻ്റ് ആണ്, അതും ഇരട്ട കുട്ടികൾ. എന്താ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതേ ഭാമേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. താനൊരമ്മയായിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കുള്ള കുറച്ച് മാസങ്ങൾ താൻ മറന്നുപോയി. അത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. അവൾ അവളുടെ കൈ വയറിലേക്ക് വെച്ചു. കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, എൻ്റെ വയർ കുറച്ച് വീർത്താണിരിക്കുന്നത്. എൻ്റെ വയറ് 2 കുഞ്ഞുങ്ങളാണെന്ന്. അവൾ വിശ്വാസമില്ലാതെ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. സത്യാടോ? ഡോക്ടർ ഭാമയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഇപ്പം എനിക്ക് എത്ര മാസമായി ഡോക്ടർ? ഇപ്പം ഏകദേശം ഒരു 4 മാസം ആകാറാകുന്നു. ഭാമ വീണ്ടും അവളുടെ വയറിലേക്ക് നോക്കി. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു മുഖം ഓടിയെത്തി. അന്നത്തെ ആ പകൽ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. വിനുവേട്ടൻ? അവൾ അറിയാതെ പറഞ്ഞുപോയി. എന്താ ഭാമേ? മാഡം, വിനുവേട്ടൻ ഞാൻ ഇതുവരെ കണ്ടില്ല. ഓക്കെ, വിനുവിനെ നമുക്ക് കാണാം. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൾ എന്താണെന്നറിയാനായി ആകാംക്ഷയോടെ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അന്ന് ഭാമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എന്തിനായിരുന്നു ഭാമ അലറി വിളിച്ചത്? അത് മേഡം, എനിക്ക് രാത്രി എന്താ നടന്നതെന്ന് ഓർമ്മയില്ല. രാവിലെ ഉണർന്നപ്പോൾ ഞാൻ പൂർണ്ണ നഗ്നയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അന്നത്തെ സംഭവം ഓടി വന്നു. സുജ ടീച്ചറിൻ്റെ ഭർത്താവും കൂട്ടുകാരനും കൂടെ എന്നെ അന്ന് ഡ്രസ്സൊക്കെ മാറ്റി എന്തൊക്കെയോ ചെയ്തു. ഞാൻ വേദന കൊണ്ട് അലറി വിളിച്ചിട്ടും എന്നെ വിട്ടില്ല. ഞാൻ ഉറക്കെ വിളിച്ചപ്പോൾ എന്നെ ഒരുപാട് അടിച്ചു. പിന്നെ എൻ്റെ വായിൽ തുണി തിരികെ വെച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലാണ്. അന്ന് എൻ്റെ അടുത്ത് അലീനമ്മയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആര് എൻ്റെ ദേഹത്ത് തൊട്ടാലും എനിക്ക് പേടിയാ. ഓക്കെ, തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു 14 വയസ്സുള്ളൊരു പെൺകുട്ടി, പഠിക്കാൻ മിടുക്കി. അമ്മയാണ് അവൾക്കെല്ലാം, അച്ഛൻ മുഴുകുടിയൻ. എന്നും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കും. അമ്മയെ ഒത്തിരി അടിക്കും.
അമ്മയെ അടിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും. ഇടയ്ക്ക് കയറുന്ന അവർക്കും കിട്ടും. ഒരിക്കൽ അമ്മയില്ലാത്തൊരു സമയം അവളുടെ അച്ഛൻ കുടിച്ചിട്ട് വന്നു. അന്നവൾ വീട്ടിൽ ഒറ്റക്കായിരുന്നു. വീട് കുറച്ചുള്ളിലോട്ടായതുകൊണ്ട് അവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. കാമവെറി പൂണ്ടായാൽ സ്വന്തം മകളെ പിച്ചി ചീന്തി. എല്ലാം കഴിഞ്ഞ് അവശനായി കിടന്നുറങ്ങുന്ന അയാളെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ അവൾ അടുക്കളയിലോട്ട് പാഞ്ഞു. കയ്യിൽ കിട്ടിയ മണ്ണെണ്ണ കന്നാസും തീപ്പെട്ടിയുമായി അയാൾക്കടുത്തേക്ക് ചെന്ന് മണ്ണെണ്ണ അയാളുടെ തലവഴി കമഴ്ത്തി. അയാൾ പ്രതികരിക്കുന്നതിന് മുന്നേ അവൾ തീപ്പെട്ടി ഉരച്ച് അയാളുടെ പുറത്തേക്ക് എറിഞ്ഞു. തൻ്റെ കൺമുന്നിൽ അയാൾ വെന്തു മരിക്കുന്നതൊരു പകയോടെ അവൾ നോക്കി നിന്നു. മരണത്തിനു കീഴടങ്ങി അയാൾ തറയിലേക്ക് വീണപ്പോൾ അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കത്തിയമരുന്ന ജഡത്തിന് മുന്നിലിരിക്കുന്ന തൻ്റെ മകളെയാണ് അമ്മ കണ്ടത്. അവൾ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു. ഇനി അമ്മയ്ക്കൊരു ശല്യമായ അച്ഛനെ ആ നെറികെട്ട മൃഗം വരില്ലെന്നും പറഞ്ഞു. എല്ലാം അറിഞ്ഞ അമ്മ നിസ്സഹായായിരുന്നു. കൺമുന്നിൽ കൂടി മകളെ പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ വയ്യാതെ ആ അമ്മ മകൾ ഉറങ്ങിയ സമയം നോക്കി ഒരു മുഴം കയറിൽ ജീവിതം അവസാനിച്ചു. പിറ്റേന്ന് അതൊരു വലിയ വാർത്തയായി. സ്വന്തം ഭർത്താവിനെ കൊന്ന് ഭാര്യ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവൾ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു. അല്ല, അവളുടെ അമ്മ സ്വന്തം ജീവൻ കൊടുത്ത് അവളെ രക്ഷിച്ചു. പിന്നെ അവൾ അവിടുന്ന് ജീവിച്ചു തുടങ്ങി. ഓരോ വീട്ടിലായി അടുക്കളക്ക് പണിക്ക് പോയി. കിട്ടുന്ന പൈസ മൊത്തം സൂക്ഷിച്ചു വെച്ചു. കിട്ടുന്ന സമയം അവൾ പഠിച്ചു. 10ലും പ്ലസ് 2വിലും എല്ലാം 1ാം റാങ്കോടെ പാസ്സായി. അവളുടെ അമ്മയ്ക്ക് അവളെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. ഒരിക്കൽ അവൾ ജോലിക്ക് പോയ വീട്ടിൽ അവിടുത്തെ അമ്മ അവളുടെ ആഗ്രഹം മനസ്സിലാക്കി. സ്വന്തം മകൻ രാജീവിനോടൊപ്പം MBBSന് ചേർത്തു. 2 പേരും പഠിച്ച് ഡോക്ടറായി. രാജീവിന് അവളെ ഇഷ്ടമാണെന്ന് അവൻ്റെ അമ്മയോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് സമ്മതമായിരുന്നില്ല. കാരണം സ്വന്തം അച്ഛനാൽ കളങ്കപ്പെട്ട ശരീരം മറ്റൊരു പുരുഷന് മുന്നിൽ തുറന്നു കാണിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കിയപ്പോൾ അവൾക്ക് അഹങ്കാരമായി എന്ന് പലരും പറഞ്ഞു. ആ അമ്മ തൻ്റെ മകന് വേണ്ടി യാചനയുമായി അവൾക്ക് മുന്നിൽ വന്നപ്പോൾ അവൾക്ക് ആ സത്യം തുറന്നു പറയേണ്ടി വന്നു. എല്ലാം അറിഞ്ഞ ആ അമ്മ അവളെ വാരിപ്പുണർന്നു. അവൾക്ക് വേണമെങ്കിൽ എല്ലാം മറച്ചു വെച്ച് മകനെ കല്യാണം കഴിച്ച് സുഖമായി കഴിയാമായിരുന്നു. എന്നാൽ മറിച്ച് അവൾ കല്യാണം വേണ്ടെന്നാണ് പറഞ്ഞത്. അവളുടെ ആ മനസ്സിന് മുന്നിൽ അയാൾക്കും തലകുനിക്കേണ്ടി വന്നു. പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ കഴിഞ്ഞതെല്ലാം മറന്നു. അവർക്കിന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഗ്രീഷ്മ ഡോക്ടർ ഒന്ന് പറഞ്ഞു നിർത്തി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്ന് കവിളിലേക്ക് ഒഴുകിയിറങ്ങി. ഇന്ന് നിനക്ക് മുന്നിലിരിക്കുന്ന ഈ ഞാനാണ് ആ പെൺകുട്ടി. പിന്നെ കുറച്ചു മുന്നേ നിന്റെ അടുത്തുനിന്ന് പോയില്ലേ, ആ ഡോക്ടറാണ് രാജീവ്. ഇന്ന് ഞങ്ങളുടെ മക്കളെയും വളർത്തി സുഖമായിട്ട് കഴിയുന്നു. രാജീവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ കഴിഞ്ഞതൊന്നും ഞാൻ ഓർമ്മിക്കാറേയില്ല. കഴിഞ്ഞതെല്ലാം ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു എന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ ഉണർന്നപ്പോൾ ആ സ്വപ്നം മാഞ്ഞുപോയി. ബാമേ, കഴിഞ്ഞതെല്ലാം നീയും മറക്കണം. ഞാനിപ്പോൾ പറഞ്ഞതൊരു കെട്ടുകഥയല്ല, എൻ്റെ സ്വന്തം ജീവിതമാണ്. എനിക്കും രാജീവേട്ടനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യം നിനക്ക് മുന്നിൽ ഞാൻ തുറന്നു പറഞ്ഞത്. ഇനി നീ മാറ്റി ചിന്തിക്കണം. നിന്റെ അറിവില്ലാത്ത സമയത്ത് നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അത് അപ്പോൾ തന്നെ എടുത്തു കളഞ്ഞു. ഇനി ആ മുള്ളൊരിക്കലും നിന്റെ കാലിൽ കൊള്ളില്ല. കൊള്ളാൻ വിനോദ് സമ്മതിക്കില്ല. അന്ന് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന സമയം വിനോദിൻ്റെ മുഖത്തെ സങ്കടം ഞാൻ കണ്ടതാണ്. മാറി നിന്ന് കരയുന്ന അയാളുടെ മുഖമെന്നും എൻ്റെ മനസ്സിലുണ്ട്. അയാൾ ഭാമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനിയും ഭാമ ആ സ്നേഹം കാണാതെ പോകരുത്. എല്ലാം മറക്കണം. എന്നിട്ട് നിങ്ങളുടെ മക്കളുമായി സുഖമായിട്ട് കഴിയണം. എന്താ, ഭാമയെ കൊണ്ടതിന് കഴിയില്ലേ? ഗ്രീഷ്മ ഭാമയെ നോക്കി. ഭാമ ഗ്രീഷ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മനസ്സ് തുണക്കുന്നത് വരെ കരഞ്ഞു. നീ എനിക്കെൻ്റെ അനുജത്തിയാണ്. അവൾ ഭാമയുടെ തലയിൽ തലോടി. ഭാമേ, ഒരിക്കലും തളരരുത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണം. ഭാമ വന്ന് തലയാട്ടി. ഇപ്പം സങ്കടമൊക്കെ മാറിയില്ലേ? മാറി. ഇനി വിനോദിനെ സങ്കടപ്പെടുത്തുമോ? ഇല്ല, അവളൊരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. ഇനി 2 പേരും സന്തോഷത്തോടെ ജീവിക്കണം, കേട്ടല്ലോ? എന്നാൽ ഞാൻ രാജീവിനോട് പേരുവെട്ടി വീട്ടിൽ വിടാൻ പറയാം. എന്നിട്ട് പെട്ടെന്ന് പോയി വിനോദിനെ കണ്ടോ? ഭാമ സന്തോഷത്തോടെ തലയാട്ടി അവളുടെ വയറിലേക്ക് നോക്കി.
ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡോറിൽ അവളെ നോക്കി നിൽക്കുന്ന രാജീവിനെയാണ് കണ്ടത്. കഴിഞ്ഞോ? വാ. അവൻ അവൾക്ക് മുന്നിൽ 2 കൈ നീട്ടി. അവൾ ഓടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കരഞ്ഞുപോയി. എനിക്കറിയാമായിരുന്നു പെണ്ണെ, ആ കുട്ടിയെ നേരെയാക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന്. ആണോ? ആടി. അവൾ ചെറുതായി അവൻ്റെ നെഞ്ചിൽ കടിച്ചു. ദേ പെണ്ണെ, ഇതൊരു ഹോസ്പിറ്റലാണേ. ആണോ? എന്നാ വാ. അവർ 2 പേരും സന്തോഷത്തോടെ റൂമിലേക്ക് നടന്നു. വിനുവിൻ്റെ അച്ഛനും പ്രിൻസിയും ഡോക്ടറിൻ്റെ റൂമിൽ അക്ഷമരായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഡോക്ടർ തുടക്കമിട്ടു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. പക്ഷേ ഇപ്പോൾ വിനോദ് കോമ സ്റ്റേജിലാണ്. അപ്പോൾ എൻ്റെ മോനിനെ എണീക്കില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചിലർ ജീവിതകാലം മുഴുവൻ കോമയിൽ കിടക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ അതെല്ലാം തരണം ചെയ്ത് പെട്ടെന്ന് തന്നെ നേരെയാകുന്നവരുമുണ്ട്. കോമ എന്ന് പറയുമ്പോൾ മുഴുവനായും അങ്ങനെ ഒരവസ്ഥയിലാണെന്ന് പറയാനും പറയാതിരിക്കാനും കഴിയില്ല. കോമ എന്നാൽ ഉണർത്താൻ പറ്റാത്ത അബോധാവസ്ഥ, അല്ലെങ്കിൽ അഗാധ നിദ്ര. രോഗമോ പരിക്കോ വിഷബാധയോ മൂലം ആഴത്തിലുള്ളതും പ്രതികരണമില്ലാത്തതുമായ ഒരു അബോധാവസ്ഥ എന്നും പറയാറുണ്ട്. വെളിച്ചം, ശബ്ദം, വേദന എന്നിവയോട് പ്രതികരണം ഉണ്ടാവില്ല. സംസാരം, കേൾവി, ചലനം, പരിസരബോധം എന്നിവയും കോമയിലോട്ട് പോകുന്നവർക്ക് കാണില്ല. സ്വബോധം അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നതിന് 2 മാനദണ്ഡങ്ങളുണ്ട്. തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സ് പ്രവർത്തനക്ഷമമായിരിക്കണം. ഇതിൽ ഏതിനെങ്കിലും ക്ഷതമോ തകരാറോ സംഭവിച്ച അബോധാവസ്ഥയുണ്ടാകും. ഒരാൾ കോമയിലോട്ട് പോകാനുള്ള പ്രധാന കാരണങ്ങൾ തലയ്ക്ക് തൽക്ഷണം, ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, മരുന്നുകളുടെ അമിത അളവ്, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, ഓക്സിജന്റെ കുറവ്, ഇതെല്ലാം കോമയ്ക്ക് കാരണമാകുന്നു. ഇവിടെ വിനോദിന് അടിയുടെ ആഘാതത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറഞ്ഞു. ചിലപ്പോൾ അയാൾക്ക് നമ്മൾ സംസാരിക്കുന്നതും ചുറ്റുപാടും നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. അത് ഇനി മുന്നോട്ട് പോകുന്തോറും നമുക്കറിയാൻ കഴിയും. ഒരിക്കലും അയാളുടെ മുന്നിലിരുന്ന് സങ്കടപ്പെടരുത്. ചിലപ്പോൾ അയാൾക്ക് അതറിയാൻ കഴിയും. പെട്ടെന്ന് തന്നെ അയാൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരട്ടെ. പിന്നെ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് നല്ലതുപോലെ കിട്ടുവാണെങ്കിൽ അയാൾ പെട്ടെന്ന് തന്നെ നേരെയാകും. എനിക്കെൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അശോകൻ നിറകണ്ണുകളോടെ ഡോക്ടറിനോട് യാചിച്ചു. ഇപ്പോൾ ഒരാൾക്ക് കയറി കാണാം. സാറേ, ഞാൻ പോയി എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് വരാം, അയാൾ പ്രിൻസിയെ നോക്കി പറഞ്ഞു. ചെല്ല്. ഡോക്ടർ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നേരെയാകില്ലേ? വിനുവിൻ്റെ അച്ഛൻ പോയതും പ്രിൻസി ഡോക്ടറോട് ചോദിച്ചു. എവിടെ പോയാലും ഇതായിരിക്കും അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. മോനെ. അശോകൻ വിനുവിൻ്റെ തലയിൽ അരുമയോടെ തലോടി. അശോകൻ ചെല്ലുമ്പോൾ വിനു കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. വിനുവിൻ്റെ ഈ അവസ്ഥ അയാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. തൻ്റെ കൺമുന്നിൽ ഒന്നിനും കഴിയാതെ ചലനമറ്റ് കിടക്കുന്ന ആ മകനെ കണ്ട അയാളുടെ നെഞ്ചുപൊട്ടി. അത് കാണാൻ വയ്യാതെ അയാൾ പുറത്തേക്കിറങ്ങി. അച്ഛൻ പോയതും വിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അശോകൻ പുറത്തേക്കിറങ്ങിയതും പ്രിൻസി അങ്ങോട്ട് വന്നു. പറ്റുന്നില്ല സാറേ, എൻ്റെ മോനെ ഇങ്ങനെ കാണാൻ. എൻ്റെ കുട്ടി എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ആരാ എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ആക്കിയത്? പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവർ കണ്ടുപിടിക്കും. വിനുവിൻ്റെ അച്ഛൻ തളരരുത്. അവൻ്റെ അമ്മയും ഭാര്യയും നിങ്ങളാണ് ബലം കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ അവസ്ഥ എന്നോട് വിനു പറഞ്ഞിട്ടുണ്ട്. 2 പേരും പെട്ടെന്ന് തന്നെ നേരെയാകും. സാറെന്നാ പോയിക്കോ. 3 ദിവസമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി പ്രതീക്ഷിക്കേണ്ടല്ലോ. അവനിനി ഇങ്ങനെ തന്നെയല്ലേ? അങ്ങനെയൊന്നുമില്ല, അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് ഞാൻ അങ്ങോട്ട്. അശോകൻ ശരിയെന്ന് തലയാട്ടി കാണിച്ചു. പ്രിൻസിപ്പൽ പോയതും പെട്ടെന്നാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ഈ വിവരം സ്നേഹതീരത്തിൽ വിളിച്ചറിയിച്ചില്ലല്ലോ എന്ന്. അവൻ്റെ വരവും കാത്ത് ഭാമ കാത്തിരിക്കും. ഈ വിവരം അറിയിക്കുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അശോകൻ ഒന്ന് ചോദിച്ചതിന് ശേഷം ഫോണെടുത്ത് അലീന സിസ്റ്ററിനെ വിളിച്ചു. ഭാമയുടെ ഡിസ്ചാർജ് ഷീറ്റ് എഴുതി വാങ്ങിച്ച് ബില്ലടയ്ക്കാൻ പോകുമ്പോഴായിരുന്നു അലീന സിസ്റ്ററിൻ്റെ ഫോണിലേക്ക് കോള് വന്നത്. അവർ ഫോണെടുത്ത് നോക്കി. ആഹാ, വിനുവിൻ്റെ അച്ഛനാണല്ലോ. ഇനി ഭാമമോളുടെ വിവരം വല്ലതും അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്? അവർ കോളെടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു. ആ, വിനുവിൻ്റെ അച്ഛൻ സന്തോഷം അറിഞ്ഞിട്ടുള്ള വിളിയാണോ? അശോകൻ സംസാരിക്കുന്നതിന് മുന്നേ സിസ്റ്റർ അങ്ങോട്ട് സംസാരിച്ചു. എന്താ സിസ്റ്ററെ, ഞാനൊന്നും അറിഞ്ഞില്ല. ആണോ? ഞാൻ കരുതി അറിഞ്ഞിരിക്കുന്നു എന്ന്. എന്താ അവിടെ വിശേഷം? ഭാമമോളുടെ അസുഖമൊക്കെ മാറി. ഇപ്പോൾ അവൾ പഴയ ഭാമ തന്നെയാ.
കുറേ നേരമായി വിനുവിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഞാൻ അവനെ കുറേ തവണ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അവനെവിടെ? അവനവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ. അങ്ങോട്ട് വരാൻ നിൽക്കുവാ മോള്. മോൾക്ക് അസുഖം ഭേദമായതിൽ സന്തോഷമുണ്ട് സിസ്റ്ററെ. എന്നാൽ ആ സന്തോഷം അവനെ അറിയിക്കാനോ ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാനോ കഴിയില്ല. എന്തു പറ്റി? വിനുവിൻ്റെ അച്ഛൻ കരയുവാണോ? ഞാനൊരു കാര്യം പറയാനാണ് സിസ്റ്റർ വിളിച്ചത്. എൻ്റെ മോന് ഇനി അങ്ങോട്ട് വരാൻ കഴിയില്ല. അയാൾ നടന്ന കാര്യങ്ങളൊക്കെയും വിശദമായി അവരോട് പറഞ്ഞു തീർന്നതും അശോകൻ ഫോൺ കട്ട് ചെയ്തു. അയ്യോ, അവർ ഒന്ന് നെഞ്ചിൽ കൈവച്ചു പോയി. ഇനിയും പരീക്ഷണം തീർന്നില്ല ദൈവമേ. ഞാൻ ഈ വിവരം ആ കുട്ടിയോട് എങ്ങനെ പറയും? അവർ തളർന്ന് അവിടെ കണ്ട ചെയറിലേക്കിരുന്നു. എത്ര നേരം അവർ അങ്ങനെ ഇരുന്നെന്നറിയില്ല. കുറച്ചു കഴിഞ്ഞതും ബില്ലടക്കാൻ പോയ സിസ്റ്ററിനെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ് സുധ. നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നു അലീനെ? ഞാൻ എവിടെയെല്ലാം തിരക്കി. ബാമമോൾ ഇപ്പോൾ തന്നെ വിനുവിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. നീ വന്നേ? സുധ അലീനയെ വിളിച്ചു. നിനക്കെന്ത് സുഖമില്ലേ അലീനെ? നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല, നീ കരയുവാണോ? അവർ അവരുടെ അടുത്ത് കിടന്ന ചെയറിലേക്കിരുന്നു. അവർ സുധയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച്, നമ്മൾ തോറ്റുപോയി സുധേ. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ വിനുവിൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സുധയോട് പറഞ്ഞു. വിവരമറിഞ്ഞ സുധ തളർന്ന് ചുമരിലേക്ക് ചാരിയിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് 2 പേർക്കും ഒരു പിടിയും കിട്ടിയില്ല. പരസ്പരമൊന്നും സംസാരിക്കാൻ അവർക്ക് ആ നിമിഷം കഴിഞ്ഞിരുന്നില്ല. സുധയുടെ ചുമരിൽ ആരോ തൊട്ടറിഞ്ഞതാണ് അവർ ബോധത്തിലേക്ക് വന്നത്. നിങ്ങൾ 2 പേരും ബാമയെ ഒറ്റക്കാക്കി ഇവിടെ വന്നിരിക്കുവാണോ? ബാമ പോകുന്നതിന് മുന്നേ അവളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ റൂമിലേക്ക് ചെന്നത്. അപ്പോൾ അവിടെ അവൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ 2 പേരെയും കാണുന്നില്ലെന്ന് ബാമ പരാതി പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? ഗ്രീഷ്മ കാര്യം തിരക്കി. അത് ഡോക്ടർ. അലീന ഗ്രീഷ്മയോട് വിവരം പറഞ്ഞു. ശരി, നിങ്ങൾ റൂമിൽ പൊക്കോ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഇപ്പോൾ അവളോടൊന്നും പറയണ്ട. ഞാൻ എന്താ വേണ്ടെന്ന് രാജീവുമായി ഒന്ന് ആലോചിക്കട്ടെ. അവർ തലയാട്ടി ഒരു യന്ത്രത്തെ പോലെ ബാമയുടെ റൂമിലേക്ക് പോയി. അവർ പോകുന്നത് നോക്കി ഗ്രീഷ്മ നിന്നു. അതിനുശേഷം രാജീവിൻ്റെ അടുത്തേക്ക് അവൾ പാഞ്ഞു. ഗ്രീഷ്മ രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ രോഗികളെ നോക്കുന്ന തിരക്കിലായിരുന്നു. ഗ്രീഷ്മയെ കണ്ട് രാജീവ് ഇരിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. ഗ്രീഷ്മയുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി സീരിയസ് ആയ എന്തോ കാര്യം തന്നോട് പറയാനുണ്ടെന്ന്. രാജീവ് പെട്ടെന്ന് തന്നെ രോഗികളെല്ലാം നോക്കി പറഞ്ഞു വിട്ടു. ഒന്ന് ഫ്രീ ആയപ്പോൾ രാജീവ് ഗ്രീഷ്മയോട് കാര്യം തിരക്കി. ഞാൻ തോറ്റുപോയി രാജീവ്. എന്താ പെണ്ണെ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് രാജീവ്. ഗ്രീഷ്മ അറിഞ്ഞ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വിവരം അറിയുമ്പോൾ ബാമ വീണ്ടും പഴയതുപോലെ ആകില്ലേ? ഏതൊരു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നത്? വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയ വയറ്റിൽ കിടക്കുന്ന ആ കുട്ടികളുടെ കാര്യം എന്താകും? ഗ്രീഷ്മേ, നീ ടെൻഷനാകാതെ നമുക്ക് നോക്കാടോ. വന്നേ, നമുക്ക് ബാമയുടെ അടുത്തേക്ക് പോകാം. എന്നിട്ട് ഈ വിവരം ആ കുട്ടിയോട് പറയാം. പിന്നെ വരുന്നതൊക്കെ അതിൻ്റെ വിധി പോലെ ഇരിക്കും. അത് വേണ്ട രാജീവ്. പറയാതിരുന്ന ബാമ അയാളെ കാണണമെന്ന് വാശി പിടിക്കില്ലേ? എത്ര നാൾ മറച്ചു വെക്കാൻ കഴിയും? നീ വാ ഗ്രീഷ്മേ. അയാൾ ബാമയുടെ അടുത്തേക്ക് പോകാനായി എഴുന്നേറ്റു. മനസ്സില്ലാ മനസ്സോടെ ഗ്രീഷ്മയും. അമ്മേ, നമുക്ക് ഇറങ്ങാൻ സമയമായില്ലേ? ഇറങ്ങാൻ മോളെ, കുറച്ചുകൂടെ കഴിയട്ടെ. അലീന സിസ്റ്റർ മനസ്സിലെ സങ്കടം മറച്ചു വെച്ച് പറഞ്ഞു. ഇതെന്താ നിങ്ങൾ 2 പേരും ഇങ്ങനെ? വന്നത് മുതൽ ഇങ്ങനെ തന്നെ ഇരിക്കുവാണല്ലോ. എന്നെ ഒന്ന് നോക്കുന്ന കൂടെ ഇല്ല. ഞാൻ വിഴുവേട്ടിൻ്റെ അടുത്ത് പോകുന്നത് പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ പോയാലും നിങ്ങളെ കാണാൻ ഇടയ്ക്കൊക്കെ വരുമല്ലോ. ഏയ്, അതൊന്നുമല്ല മോളെ. പിന്നെ എന്താ എൻ്റെ അമ്മമാർക്ക് പറ്റിയത്? നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? അങ്ങോട്ടേക്ക് വന്ന രാജീവ് അവരോട് ചോദിച്ചു. ഗ്രീഷ്മയ്ക്ക് ബാമയുടെ മുഖം കാണുന്തോറും സങ്കടം വന്നുകൊണ്ടിരുന്നു. ഭർത്താവിനെ കാണാൻ പ്രതീക്ഷയോടെ ഇരിക്കുക അവൾ. ഇതറിയുമ്പോൾ ഗ്രീഷ്മ ഒന്ന് നെടുവീർപ്പിട്ടു. എനിക്ക് ബാമയോട് മാത്രമായി സംസാരിക്കണം. നിങ്ങൾ 2 പേരും ഒന്ന് പുറത്തേക്ക് നിൽക്കുമോ? രാജീവ് സുധയോടും അലീന സിസ്റ്ററിനോടും ആവശ്യപ്പെട്ടു. അവർ തലയാട്ടി പുറത്തേക്കിറങ്ങി. ബാമ നേരെ വിനുവിൻ്റെ അടുത്തേക്കാണോ പോകുന്നത്? രാജീവ് ബാമയുടെ മനസ്സറിയാനായി ചോദിച്ചു. അതെ ഡോക്ടർ, എനിക്കാദ്യം വിനുവേട്ടനെ കാണണം. പിന്നെ അമ്മയെയും അച്ഛനെയും. എന്നെ കാണുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും. ബാമയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ വിനു ഇയാളുടെ കൂടെ തളരാതെ ഇയാൾക്ക് താങ്ങായി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തിരിച്ചു വിനുവിനൊരവസ്ഥ വരുവാണെങ്കിൽ ബാമ തളരാതെ കൂടെ കാണില്ലേ? അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അവൾ സംശയത്തോടെ രാജീവിനെയും ഗ്രീഷ്മയെയും മാറി മാറി നോക്കി. ബാമ, ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ.
തീർച്ചയായും ഞാൻ തളരാതെ കൂടെ നിൽക്കും ഡോക്ടർ. എനിക്കിപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അതിന് ഞാൻ നന്ദി പറയുന്നത് മേഡത്തിനോടാ. അവൾ ഗ്രീഷ്മയെ ഒന്ന് നോക്കി. ഗ്രീഷ്മയുടെ ഇരു കണ്ണുകളും നിറഞ്ഞു. വേറെ ഏത് ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്ക് വട്ടാണെന്നറിയുമ്പോൾ കളഞ്ഞിട്ട് പോകുമായിരുന്നു. പക്ഷേ വിനുവേട്ടൻ എനിക്ക് താങ്ങായി നിന്നു. ആ മനുഷ്യനെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഭാമ മനസാന്നിധ്യത്തോടെ കേൾക്കണം. ബഹളം വയ്ക്കരുത്, തളരുകയും ചെയ്യരുത്. തളർന്നാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ബാധിക്കും. വയറിൽ കിടക്കുന്ന സമയം അമ്മയുടെ സന്തോഷമാണ് കുട്ടികൾക്കും കിട്ടുന്നത്. ഇപ്പോൾ ഭാമയ്ക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയ കാര്യം ഇവർക്ക് തന്നോട് പറയാനുണ്ടെന്ന്. അതറിഞ്ഞിട്ടാകണം അമ്മമാർക്ക് രണ്ടുപേർക്കും എൻ്റെ മുഖത്ത് പോലും നോക്കാത്തതെന്ന്. ഗ്രീഷ്മ അവൾക്ക് അടുത്തേക്കായി വന്നു. രാജീവിന് വിനുവിന് സംഭവിച്ചതെല്ലാം ഭാമയോട് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല. ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞില്ല, ബഹളം വെച്ചില്ല. ഗ്രീഷ്മയ്ക്കാകെ പേടിയായി. രാജീവിനും ഇപ്പോൾ ചെറുതായി പേടി വന്നു തുടങ്ങി. എത്ര നാൾ വേണ്ടി വരും നേരെയാകാൻ? അതോ ഇനി ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടക്കേണ്ടി വരുമോ? ഭാമയുടെ ആ ചോദ്യം രണ്ടുപേരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു. അതിപ്പൊന്നും പറയാൻ പറ്റില്ല. ആദ്യം വിനു ഇപ്പോൾ ഏത് കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കണം. പരിസരത്ത് നടക്കുന്നതെല്ലാം അറിയുന്നുണ്ടോ അതോ ചലനമുള്ള കിടപ്പ് മാത്രമാണോ എന്ന് അവനെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പ്രതികരണം മാത്രമില്ലെങ്കിൽ നമുക്കത് പോസിറ്റീവാണ്. പെട്ടെന്ന് തന്നെ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കൂടെ അവന് സപ്പോർട്ടായിട്ട് ആളുകൾ ഉണ്ടായാൽ മതി. ഭാമേ, തളരരുത്. ഗ്രീഷ്മ അവളെ ചേർത്ത് പിടിച്ചു. മേഡത്തിന് ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, ഞാൻ നിന്റെ ചേച്ചി തന്നെയാ. നീ എൻ്റെ കുഞ്ഞനുജത്തിയും. ഞാൻ തളരില്ല ചേച്ചി. ഇനി പൊഴിക്കാൻ എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരില്ല. എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ വേണം. ഞാൻ ജീവിച്ചതുപോലെ എൻ്റെ മക്കളും വളരാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞു തന്നെ അവർ രണ്ടുപേരും വളരണം. മതി, എനിക്കിത് മതി ഭാമേ. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഇങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങളെല്ലാം നീ അറിയുമ്പോൾ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടിയൊക്കെ പോയി. നീ അവൻ്റെ അടുത്തേക്ക് പോവണം. നിന്റെ സാന്നിധ്യം അവന് ഒരുപാട് ആശ്വാസം നൽകും. എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടത് നീയാണ്. നീ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ അവരും തളരാതെ കൂടെ നിൽക്കും. അതെ ചേച്ചി, ഞാൻ പോകുക എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക്. എനിക്ക് കണ്ടുപിടിക്കണം ഞങ്ങളെ ചതിച്ചത് ആരാണെന്ന്. ആരായാലും അവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ. ഭാമയുടെ ആ മാറ്റം അവരിൽ അത്ഭുതം പടർത്തി. രണ്ടുപേരും പുറത്തേക്കിറങ്ങി. എന്തായി? പുറത്ത് കാത്തു നിന്ന സുധയും സിസ്റ്ററും റൂമിന് പുറത്തേക്ക് വന്ന ഗ്രീഷ്മയുടെയും രാജുവിൻ്റെയും അടുത്തേക്ക് ചെന്നു. അവളിനി പഴയ ഭാമയെ അല്ല, പുതിയൊരു ഭാമയാണ്. സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാനായി പിറവിയെടുത്ത, സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന പുതിയൊരു ഭാമ. അല്ല, സത്യഭാമ. ഗ്രീഷ്മ അത് പറഞ്ഞ് നടന്നകന്നു. അലീനയും സുധയും ഒന്നും മനസ്സിലാവാതെ അവർ പോകുന്നതും നോക്കി നിന്നു. ഡോക്ടർ പോയതിനു ശേഷം അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞ അതിനർത്ഥം അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ബെഡിൽ ആലോചനയോടെ ഇരിക്കുന്ന ഭാമയെ. മോളെ, സുധ അവൾക്കടുത്തേക്കായി ചെന്ന് നിന്ന് വിളിച്ചു. ഭാമ ഒന്ന് മുഖമുയർത്തി നോക്കി. ഭാമയെ കണ്ടവർക്ക് അത്ഭുതം തോന്നി. ഇറങ്ങിപ്പോയപ്പോൾ കണ്ട അതേ മുഖം. കരഞ്ഞു കലയ കണ്ണുനീരുണങ്ങിയ പാടോ ഒന്നും അവളുടെ മുഖത്തില്ല. ഇനിയിപ്പോൾ അവൾ ഭാമയോട് കാര്യം പറഞ്ഞില്ലേ? രണ്ടുപേരും സംശയത്തോടെ മുഖാമുഖം നോക്കി. ഭാമ അവരെ സൂക്ഷിച്ചു നോക്കി. അവൾക്ക് കാര്യം പിടികിട്ടി. എനിക്ക് വ്യത്യാസമൊന്നും കാണാത്തത് കൊണ്ടുള്ള നോട്ടമാണ് പരസ്പരം. അവരെ അപേക്ഷിച്ച് ഇതിപ്പോൾ അത്ഭുതമായിരിക്കാം. ഈ വിവരമറിയുമ്പോൾ നിലവിളിച്ചലറിക്കരഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഭാമയെ ആയിരിക്കും ഇവർ മനസ്സിൽ കണ്ടത്. പാവങ്ങൾ, ഇനിയും ഞാൻ ഇവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണ അത് പൊള്ളിക്കുന്നത് ഇവരെ ആയിരിക്കും. പിടിച്ചു നിൽക്കണം ഉൾക്കരത്തോടെ. കാരണം പക്ഷേ അത് ആരും കാണാതെ ഒറ്റക്കായിരിക്കുമ്പോൾ നെഞ്ചുപൊട്ടി ഒന്ന് ഉറക്കെ അലറി തന്നെ കരയണം. കണ്ണിൽ ഉരുണ്ടു കൂടിയ കണ്ണുനീർ അവർ കാണാതെ അവൾ തുടച്ചു മാറ്റി. ഒരുപക്ഷെ ഇവരായിരുന്നു എന്നോട് വിവരം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പഴയതുപോലെ ആകുമായിരുന്നു. മോളെ, ആ വിളി കേട്ട് ഭാമ ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നു. എന്താ അമ്മേ? മോളെ, ഡോക്ടർ എന്തെങ്കിലും മോളോട് പറഞ്ഞു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരും ഞെട്ടിയാണ് നിൽക്കുന്നത്. അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു.
ഒരുപക്ഷെ അവിടെ ചെന്നാണ് ഞാനിത് അറിഞ്ഞിരുന്നതെങ്കിൽ ഞാൻ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട, ഞാനിപ്പോൾ പഴയ ഭാമയല്ല. മോളെ, അത് എനിക്കറിയാം അമ്മേ. നിങ്ങളിനി പറയാൻ പോകുന്നത് എന്താകുമെന്ന്. ഞാൻ നേരെ പോകുന്നത് വിനുവേട്ടൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ആവശ്യം ഇനി അവിടെയാണ്. മോളെ, ഒരാളുള്ള വയറ്റിൽ 2 പേരാണ്. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണ്ടേ? അവർക്കെന്തെങ്കിലും പറ്റിയാ നിന്നെ കൊണ്ട് പറ്റുമോ വിനുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ? ഗർഭിണികൾ ഒരു ജോലിയും ചെയ്യുന്നില്ലേ അമ്മേ? എൻ്റെ വയറ്റിൽ കിടക്കുന്നത് വിനുവേട്ടൻ്റെ മക്കളാണ്. അവരുടെ അച്ഛനെ കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അച്ഛൻ്റെ സാന്നിധ്യം അറിഞ്ഞു വേണം അവരുടെ ഓരോ മാസത്തെ വളർച്ച ഉണ്ടാകേണ്ടത്. നിങ്ങൾക്കറിയോ, എൻ്റെ ഉദരത്തിൽ വളരുന്നത് വിനുവേട്ടനെ പോലെ 2 ചുണക്കൂട്ടന്മാരാ. അവർ 2 പേരും അവരുടെ അച്ഛന് താങ്ങായി ഇടവും വലവും കാണും. അങ്ങനെയൊന്നും അച്ഛനെ വിട്ടുപോകില്ല. ബാബ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ബാമയുടെ ആ പ്രതീക്ഷയോടെയുള്ള വാക്കുകൾ അവർക്കും ഒരു ആശ്വാസമായിരുന്നു. എന്നാലും ഉള്ളിലെവിടെയോ ഒരു പേടി 2 പേർക്കും. നമുക്കിറങ്ങാം അമ്മേ, ഇവിടുന്ന് ഇനി 5 മണിക്കൂർ യാത്രയുണ്ട്. ബാമ പോകാനായി തിടുക്കം കൂട്ടി. അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി സ്നേഹതീരത്തേക്ക് പോകാൻ നേരത്ത് തന്നെ കാർ റെഡിയാക്കിയിട്ടിരുന്നു. അതിൽ തന്നെ അവർ വിനുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വിനുവിൻ്റെ അടുത്ത് ആരും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് അശോകൻ ജയയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു റൂം എടുത്തിരുന്നു. ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് 2 പേരും റൂമിനകത്ത് തന്നെയായിരുന്നു. എന്നാൽ ഇതുവരെ വിനുവിൻ്റെ അവസ്ഥ എന്താണെന്ന് വിശദമായി ജയയോട് പറഞ്ഞിരുന്നില്ല. ജയേ, ഏട്ടാ, എനിക്ക് വിനുവിനെ ഒന്ന് കാണണം. അവനെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കാണിക്കാത്തത് എന്താ? ജയേ, ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം.